7 മാസത്തിലേറെയായി രൂക്ഷയുദ്ധം നടക്കുന്ന ഗാസയിലേക്ക് ഞായറാഴ്ച ഇസ്രായേലിന്റെ കെരം ശാലോം അതിർത്തി വഴി സഹായമെത്തി തുടങ്ങി. ഈജിപ്തിൽ നിന്ന് 200 ട്രക്കുകളാണ് കെരം ശാലോം അതിർത്തിയിലൂടെ ഗാസയിലേക്ക് എത്തുന്നത്. 4 ട്രക്കുകളിൽ ഇന്ധനമാണുള്ളത്. കരയാക്രമണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള റാഫ പാത ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. അതിനാൽ ആഴ്ചകളായി ഇതുവഴി സഹായം എത്തുന്നില്ല. ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ അവസാനിപ്പിക്കാത്തിടത്തോളം ഇതുവഴി ട്രക്കുകൾ അയക്കില്ലെന്നാണ് ഈജിപ്തിന്റെ നിലപാട്. ഇതേ തുടർന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസിയുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലാണ് കെരം ശാലോം വഴി സഹായം അയക്കാൻ ധാരണയായത്. അതിനിടെ ശനിയാഴ്ച ഇസ്രായേൽ പട്ടാളക്കാരനെ തടവിലാക്കിയെന്ന് ഹമാസ് പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം ഇസ്രായേൽ നിഷേധിച്ചു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിൽ കടന്ന പട്ടാളക്കാരെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഹമാസ് അറിയിച്ചു. അവരിൽ മിക്കവരും മരിച്ചു, ചിലർക്ക് പരിക്കേറ്റു. ഇക്കൂട്ടത്തിൽ ഒരാളെയാണ് തടവിലാക്കിയതെന്ന് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഒബൈദ പറഞ്ഞു.